ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാവുമല്ലോ. അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയതാ. സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡി പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനത്തെ ഒരാളെ തേടി പിടിച്ച് കണ്ടുപിടിച്ചതാണ്. അതായിരുന്നു മനസ്സില് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരാൾ വേണം. അങ്ങനത്തെ ഒരാളെ നമുക്ക് കിട്ടിയത്. അങ്ങനെ ആളെ നമ്മൾ മോൾഡ് ചെയ്തെടുത്താ. എന്താ ഈ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലാത്ത? അങ്ങനൊന്നും ഫോണില്ലായിരുന്നു. ഫോണുണ്ട്, അതിനൊന്നും താല്പര്യമില്ല. പക്ഷെ ആൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കല്യാണത്തിന്. അങ്ങനെ ഇല്ലാത്ത യൂട്യൂബ് മീൻസ് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു കുട്ടി കല്യാണത്തിന് ശേഷം ഞാനായിട്ടൊന്ന് എല്ലാം തുറന്നു കൊടുക്കണം, അങ്ങനെയാണോ? അങ്ങനെ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് സത്യത്തിൽ അങ്ങനെ തീരെ അങ്ങോട്ട് ഇല്ലാതെ ആവണമെന്നില്ല. പക്ഷെ കുറേശ്ശെ നമ്മളെ വൈബിന് പറ്റിയ ഒരാളെ സെറ്റ് ചെയ്ത് വരണ്ടേ. അതെന്തായാലും ഇത് കണ്ടുപിടിച്ചത് ആക്ച്വലി ഞാനല്ല. ഇത് എന്റെ ഉമ്മ കണ്ടുപിടിച്ചതാണ് അവളെ. അതിന്റെ കഥ പറയാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ 2022 കാനഡയിൽ പോയി. ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പഠിത്തമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായം 24 വയസ്സ് ആ ടൈമാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒരു 25, 26 ആ ഒരു ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവര് കല്യാണം നോക്കി തുടങ്ങി. അപ്പോൾ ഇവർക്കൊന്നും പെണ്ണ് കിട്ടണില്ല നാട്ടിൽ നിന്ന്. എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ ചെക്കന്മാർ ചോദിച്ചു, എന്താന്ന് പെണ്ണ് കിട്ടാത്തത്? ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല? ലുക്കില്ലായിട്ടാണോ? ഇനിയിപ്പോൾ അതാണ് കുട്ടികളുടെ പ്രശ്നം. അപ്പോൾ ഒരു പറഞ്ഞു ലുക്ക് ഇതൊന്നുമല്ല, 26 ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു ഏജ് ഓവർ ആയിട്ടുണ്ട്. അതായത് നമ്മളെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് 26 ഏജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഏജ് ആയി. 26, 27 എന്ന് പറഞ്ഞാൽ ആള് ഏജ് ഓവർ ആയി. 30 ആണോ ഔട്ടാണ്, ആള് മാർക്കറ്റിൽ നിന്ന് ഔട്ടാണ്. അപ്പൊ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, വീട്ടുകാരിങ്ങനെ ചോദിക്കണോണ്ട് ഒരു കുട്ടീനെ നോക്കല്ലേ. അപ്പൊ ഞാൻ ഇതാണല്ലോ ഞാൻ കേൾക്കണത് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു എസ് മൂളി കൊടുത്തു വീട്ടുകാരെ ഈ ഒരു പ്രോസസ്സിന് ഇത് സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പൊ അവര് തിരയാൻ തുടങ്ങി. തെരഞ്ഞ് ഫസ്റ്റ് കിട്ടിയതാണ് ഈ മുതലിനെ. ഞാനായിട്ട് പെണ്ണ് കാണാനും പോയിട്ടില്ല. ഞാൻ കാനഡയിൽ നിന്ന് ഫസ്റ്റ് വരുന്നത് കല്യാണം കൂടാനാണ്. ഞാൻ ഒരിക്കൽ പോലും നേരിട്ട് കാണാതെയാണ് ഇവളെന്റെ ഭാര്യയാക്കിയത്, ഒരൊറ്റ വീഡിയോ കോളില്. ആ വീഡിയോ കോളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഓക്കെ, ഉമ്മാനോട് പറഞ്ഞു ഇത് ഫിക്സ്. എന്തത് എക്സാമോ എന്തൊക്കെ കാര്യമാണ് ചോദിച്ചത് അർഷു? ഞാൻ അത് ഭയങ്കര സീക്രട്ടാ. എന്നാലും ഞങ്ങളെ പോലെ നല്ലൊരു പാട്ട് തപ്പി നടക്കണം, നോക്കിക്കോളൂ, എല്ലാരും കേൾക്കണേ, ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യണം. അല്ല, ഞാൻ ആദ്യമേ നോക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വൈബിനൊത്ത് പോകാൻ പറ്റിയ ഒരാളാണ് ഞാൻ നോക്കിയത്. ആൾക്കാരോട് സംസാരിക്കാൻ പറ്റണം, അതായത് ഭയങ്കര ഷൈ ആവാൻ പാടില്ല, എന്നാൽ കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ ആളെ വൈബ് ഓക്കെ എന്ന് എനിക്ക് തോന്നി. എങ്ങനെ മനസ്സിലായി? അത് ഫസ്റ്റ് വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അത് വീഡിയോ കോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഞാന്, അവള്, ഉമ്മ, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ കടന്ന് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, കാരണം ഉമ്മ അവിടെ ഇൻവിജിലേറ്റർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മ പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല കോളിൽ. പക്ഷെ ഞാൻ ഉമ്മ അവിടെ ഉള്ള കാരണം ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡിൽ അങ്ങനെ. പക്ഷെ എനിക്ക് മനസ്സിലായി ആളെ ഒരു സംസാര ശൈലി നമുക്ക് മനസ്സിലായി. ആൾ ആക്റ്റീവ് ആണ്, നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആളാണ്. അതാ എന്റെ മെയിൻ സാധനം അതായിരുന്നു, വൈബിലേക്ക് കയറണം എന്നുള്ളത്. നമ്മളെ വൈബിലേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഇവിടെ ഇതിപ്പോ ഓൾമോസ്റ്റ് ആ ഒരു പ്രോസസ്സിലെത്തി. ഇപ്പൊ ആൾ ഓക്കെയാണ്. വളരെ മിനിമൽ ആയിട്ട് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിലെല്ലാം കുട്ടി ഓക്കെയാണ്. അപ്പൊ ഞാൻ ഗ്രീൻ ഫ്ലാഗ് ആണ്. ഓക്കെ, ഒരൊറ്റ വീഡിയോ കോളിലാണ് ഫിക്സ് ചെയ്യണേ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ല.